Sunithas world എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഒരു മുളക് ബജ്ജി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. മുളക് വട എന്ന് പറയും, മുളക് ബജ്ജി എന്ന് പറയും. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു 7 മുളകാണ്. അപ്പോൾ ഈ സൈസിലുള്ള മുളകാണ് കിട്ടിയിരിക്കുന്നത്. 2 സൈസിലുള്ള മുളക് വരുന്നുണ്ട്. ഇതിൽ ചെറിയ സൈസ് ഉള്ളതുകൊണ്ട് നോക്കിയാൽ നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ. അപ്പോൾ ഈ മുളക് നമുക്ക് ആദ്യം തന്നെ നാട്ടിലും ഇതൊക്കെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഈ മുളക് ബജ്ജി കിട്ടുമല്ലോ നാട്ടിൽ. അപ്പോൾ നമുക്കിതിന് ആദ്യം ഒരു മാവ് റെഡിയാക്കണം, ഇത് മുക്കി പൊരിക്കാൻ വേണ്ടി. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം എടുക്കേണ്ടത് കടലമാവാണ് വേണ്ടത്. കടലമാവ് ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം 7 മുളകിനുള്ള മാവാണ് ഞാനിവിടെ റെഡിയാക്കുന്നത്. അപ്പം കുറച്ച് മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, പാത്രത്തിലേക്ക്. മാവിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് അല്പം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം. അത് ഒരു 1/4 ടീസ്പൂൺ. കുറച്ച് ഞാനിങ്ങോട്ട് ഇടുന്നുണ്ട് ഇപ്പം. അപ്പോൾ ചിലർ ഇതിനകത്ത് അയമോദകം ചേർത്ത് കൊടുക്കും. അപ്പോൾ അത് ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. അയമോദകം ചേർക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അല്പം സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ, അതും ആവശ്യത്തിന് ഉപ്പ്. പിന്നെ വേണ്ടത് ഒരല്പം മുളക് പൊടി. ഇത്ര മുളക് പൊടി ഞാൻ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും മതി. ഇനി ഒരല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് നല്ല ഒരു പേസ്റ്റാക്കി എടുക്കണം. അതായത് ഈ പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒത്തിരി കട്ടിയാവുകയും ചെയ്യരുത്, എന്നാൽ ഒത്തിരി ലൂസായി പോവുകയും ചെയ്യരുത്. ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്കുള്ളൊരു പരുവത്തി വേണം ഇത് കുഴച്ചെടുക്കാൻ, കലക്കിയെടുക്കാൻ. ലൂസായിപ്പോയാൽ മാവ് മുളകിൽ പിടിക്കത്തില്ല. കട്ടിയാണേലും മാവ് ഒത്തിരി അത് കോട്ടിങ് ഒത്തിരി ആയിപ്പോവും. അപ്പോൾ അതും ഒരു സുഖമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ വേണം മാവെടുക്കാൻ. ഇനി നമുക്ക് ഈ മുളക് ബജ്ജിക്ക് വേണ്ട ഒരു ചട്നി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് മല്ലിയില എടുത്തു വെച്ചിട്ടുണ്ട്, ജീരകം, ആവശ്യത്തിന് എരിവിനുള്ള പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ നമ്മുടെ വാളംപുളി വേണം. വാളംപുളിയോ നാരങ്ങയുടെ നീരോ ഏത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ അതും ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് മിക്സിയിൽ നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല സൂപ്പർ ചട്നിയാണ്. ഇതിൻ്റെ കൂടെ മുളക് ബജ്ജിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു ചട്നിയാണ്. അപ്പം നമുക്ക് ഈ ബാറ്റർ കലക്കി ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഈ ചട്നി അരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ചട്നി റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ മുളകൊന്ന് വരഞ്ഞെടുക്കണം. നമ്മളിതിനകത്ത് ഒരു ഫില്ലിങ്, ഇത് കിഴങ്ങ് പുഴുങ്ങിയ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം 2 സൈഡും വിട്ടു പോകരുത്. ആദ്യത്തെ അവിടെ കുറച്ച് ഭാഗം വിട്ടിട്ട് അതുകൊണ്ട് ഈ രീതിയിൽ വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ. വിട്ടുപോകരുത് അടിവശം. എന്നിട്ട് അതിനകത്തുള്ള അരി നമുക്ക് എടുത്ത് മാറ്റാം, അല്ലെങ്കിൽ അത് ഒത്തിരി എരിവായി പോകും. അപ്പോൾ നമ്മൾ ഈ അരി മാറ്റിയിട്ട് അതിലേക്കാണ് നമ്മൾ ഈ കിഴങ്ങ് പുഴുങ്ങിയ അതിൻ്റെ ആ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇച്ചിരി എണ്ണയൊക്കെ തൂത്തിട്ട് വേണം ഈ മുളക് എടുക്കാൻ, അല്ലെങ്കിൽ കൈയൊക്കെ നല്ലതായിട്ട് നീറും. അപ്പോൾ അത് റെഡിയായി. ഇനി അടുത്തത് നമുക്ക് ഈ കിഴങ്ങൊന്ന്
ഇതിനകത്തൊന്ന് മസാലയൊക്കെ ചേർത്തൊന്ന് എടുക്കണം. അതിനുവേണ്ടി ഞാൻ ആദ്യം ഇട്ടത് അല്പം ജീരകമാണ്, പിന്നെ ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എരിവ് കുറച്ച് വേണമെന്നുള്ളവർ പച്ചമുളകിൻ്റെയൊക്കെ ചെറിയൊരു മുളക് ഇട്ടാൽ മതിയാവും. ഒന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് നമുക്കിനിയും അല്പം മസാലകൾ ചേർത്ത് കൊടുക്കണം. മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഒരല്പം മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണ്, ഇതൊരു 1/2 ടീസ്പൂണായാലും മതി. മുളക് പൊടി എരിവിനനുസരിച്ച് ചേർത്തോണം. മല്ലിപ്പൊടി, പിന്നെ കായത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, അത്രയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഈ ഫില്ലിങ്ങിനകത്ത് ഇനി നമ്മൾ കിഴങ്ങ് ഇതൊന്ന് അല്പം ഒന്ന് മൂത്ത് കഴിഞ്ഞ് നമ്മളിതിലേക്ക് കിഴങ്ങ് ചേർത്ത് കൊടുക്കും. പുഴുങ്ങിയ കിഴങ്ങാണ്, പുഴുങ്ങി വെച്ചാണ്, ഓൾറെഡി ഞാൻ ബോയിൽ ചെയ്ത് വെച്ച കിഴങ്ങാണ്. അതിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഈ ഫില്ലിങ്ങിനകത്തോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു അല്പം ഡ്രൈ മാംഗോ പൗഡർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഫില്ലിങ്ങിനൊരു പുളി ടേസ്റ്റൊക്കെ വരും, അത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ വേണമെന്നുള്ളവർ ഒരല്പം ഒരു നുള്ള് ഡ്രൈ മാംഗോ പൗഡർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഈ മുളകിലേക്കത് വെച്ച് കൊടുക്കണം. ഒരു സ്പൂൺ വെച്ച് അതിനകത്ത് മൊത്തം, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അരി എടുത്ത് കളഞ്ഞല്ലോ, അതിലേക്ക് വേണം നമ്മൾ ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈ ഫില്ലിങ്ങിനകത്തും നമ്മൾ അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് കൊള്ളിച്ച് വേണം ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാൻ. മുകൾ വശവും അടിവശവും എല്ലാം ഫില്ലിങ് നല്ലതായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ എക്സ്ട്രാ വരുന്ന അത് സ്പൂൺ കൊണ്ട് തന്നെ നമുക്കിങ്ങനെ മാറ്റാം. അപ്പോൾ ഈ ഫില്ലിങ്ങിനകത്ത് നമുക്ക് വേറൊരു അഡീഷണൽ ടേസ്റ്റിന് വേണ്ടി അല്പം ഉണക്കമുന്തിരിങ്ങ, പറങ്ങണ്ടിപ്പരിപ്പ് അതൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അഡീഷണലായിട്ട് ടേസ്റ്റ് കൂടുന്ന സാധനങ്ങളാണ് അതൊക്കെ. അപ്പോൾ അങ്ങനെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഈ ഫില്ലിങ്ങിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് ഇട്ട് കൊടുത്തിച്ചാൽ മതി. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇവിടെ എല്ലാത്തിനകത്തും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ചൂടായെന്നറിയാൻ മാവിൽ ഒരല്പം എടുത്തൊന്ന് എണ്ണയിലൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ മുളക് ഇങ്ങനെയൊന്ന് അതിലോട്ട് മുക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ലൂസാണെന്നുണ്ടെങ്കിൽ ഈ മുളകിൽ ഈ മാവ് പിടിക്കത്തില്ല, അത് അല്ലാണ്ട് ഇങ്ങനെ സെപ്പറേറ്റായിട്ട് കിടക്കും. അതിനാണ് ഒത്തിരി ലൂസായി പോകരുതെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ 3 എണ്ണമാണ് ഇട്ട് കൊടുത്തത് അങ്ങോട്ട്. ഒരല്പസമയം കഴിഞ്ഞ് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടുണ്ട്. ഇവിടെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് തിരിച്ചിട്ട് കൊടുത്തു, റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്കോട്ട് വെക്കുകയാണെങ്കിൽ ഈ ഓയിലൊക്കെ പെട്ടെന്ന് അബ്സോർവ് ആകും. ഇനി അടുത്തത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, ചട്നിയുടെ കൂടെ കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ല് ബട്ടൺ അമർത്തണം. ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ഞെക്കിയാൽ ഞാനിടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ